നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വഴിത്തിരിവാകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ അത് തിരിച്ചറിയാനുള്ള ഒരു മാർഗത്തെക്കുറിച്ചാണ്. ലക്ഷ്മി നാരായണ ചക്രത്തിലൂടെ വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും നിങ്ങൾക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ജീവിത വഴിയിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അതുപ്രകാരം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകണം എന്നുള്ള ഏകദേശ ധാരണ നിങ്ങൾക്ക് കൈവരുന്നതാണ്. ആ രീതിയിലാണ് ഇവ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് ഇത്ര കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ 2 ദേവതാ സ്വരൂപങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ നിങ്ങൾ ഒരു ദേവതയെ തിരഞ്ഞെടുത്ത ശേഷം ഒരു സംഖ്യ മനസ്സിൽ വിചാരിക്കുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഇഷ്ടദേവത വരും ദിവസങ്ങളിൽ എന്താണ് കരുതി വച്ചിരിക്കുന്നത് എന്നും അത് നിങ്ങൾക്ക് പരിപൂർണമായിട്ട് ലഭിക്കുമോ ഇല്ലയോ എന്നും വ്യക്തമായിട്ട് പറയാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ആധുനിക ന്യൂമറോളജിയും പുരാതന സംഖ്യാശാസ്ത്രവും ഉപയോഗിച്ച് കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളാണെങ്കിൽ മാത്രം നിങ്ങൾ യോജിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ തീരെ യോജിക്കുന്നില്ല എന്ന് തന്നെ എഴുതാവുന്നതാണ്. പക്ഷെ നിങ്ങൾക്ക് യോജിക്കാതിരിക്കാൻ ആകില്ല. അത് എന്തുകൊണ്ടെന്നാൽ ശാസ്ത്രത്തിന് പിഴവ് വരില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ശരി, ഇനിയിപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇഷ്ടദേവതയെ തിരഞ്ഞെടുക്കുക എന്നതാണ്. ശ്രീമാൻ നാരായണനാണെങ്കിൽ ഭഗവാൻ, ലക്ഷ്മി ദേവിയാണെങ്കിൽ ഭഗവതി. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരുപക്ഷെ നിങ്ങൾ ഇവിടെ ഭഗവാനെയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങൾ ഏത് പേര് ഉപയോഗിച്ചാണോ ഭഗവാനെ നിത്യവും വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ആ നാമം കമന്റ് ബോക്സിൽ ദയവായിട്ട് രേഖപ്പെടുത്തുക. കാരണം ഇത് ന്യൂമറോളജിയുടെ ഒരു ഭാഗമാണ്. അതിന്റെ നേട്ടം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഭഗവതിയെയാണ് മനസ്സിൽ പ്രാർത്ഥിച്ചത് എങ്കിൽ ആ നാമവും രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. അതിനുശേഷം ഇപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഇഷ്ടദേവത ഇതിൽ ആരോ ആ ദേവതയെ നന്നായിട്ട് മനസ്സിൽ സ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നടന്നു കിട്ടേണ്ട ആവശ്യങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് മാറിക്കിട്ടേണ്ടതായിട്ടുള്ള സങ്കടങ്ങൾ അതെന്താണ് അത് മനസ്സിൽ ആവശ്യപ്പെട്ടുകൊണ്ട് അതിന് ഒരു പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി ഒരുപക്ഷെ ഇതൊന്നുമല്ല, ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ ആ പ്രതിസന്ധി അല്ലെങ്കിൽ ആ വലിയ തടസ്സങ്ങൾ ഉടനെ അത് മാറ്റിത്തന്ന് അനുഗ്രഹിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാവുന്നതാണ്. ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറുവാൻ വേണ്ടിയും പ്രാർത്ഥിക്കാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ഉദ്ദിഷ്ട കാര്യം അത് നടന്നു കിട്ടാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് ഭഗവതിയെയോ അല്ലെങ്കിൽ ഭഗവാനെയോ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ഒരു മന്ത്രം ജപിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ വിഷ്ണു ഭഗവാനെയാണ് ഇഷ്ടമൂർത്തിയായിട്ട് തിരഞ്ഞെടുത്തതെങ്കിൽ ഓം നമോ നാരായണായ എന്ന മന്ത്രമാണ് ജപിക്കേണ്ടത്. ഭഗവതിയെയാണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചതെങ്കിൽ ഓം ശ്രീം മഹാലക്ഷ്മിയേ നമഃ എന്ന മന്ത്രമാണ് ഇവിടെ ജപിക്കേണ്ടത്. ഏത് മൂർത്തിയുടെ മന്ത്രമാണോ നിങ്ങൾ തിരഞ്ഞെടുത്തത് ആ മന്ത്രം 3 പ്രാവശ്യം പ്രസ്തുത മൂർത്തിയെ മനസ്സിൽ കണ്ടുകൊണ്ട് ആവർത്തിച്ച് ജപിക്കുക. അങ്ങനെ ജപിക്കുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് നിങ്ങളുടെ നടന്നു കിട്ടേണ്ട ആ ഒരു കാര്യവും നിങ്ങൾ ജപിച്ച മന്ത്രവും തമ്മിൽ ഒന്നായി ചേരുന്നതാണ്. ഇപ്പൊ ഈ സമയം കൊണ്ട് നിങ്ങൾ 3 പ്രാവശ്യം മന്ത്രം മനസ്സിൽ ജപിച്ചിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇനി അടുത്തതായിട്ട് നിങ്ങൾ മനസ്സിൽ മുറുകെ പിടിച്ചിട്ടുള്ള ആ ഒരു കാര്യം എപ്പോൾ നടന്നു കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ലേ എന്നറിഞ്ഞാൽ മാത്രം മതി. അതറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലക്ഷ്മി നാരായണ ചക്രം ഉപയോഗിക്കുന്നത്. ഇതിന്റെ റിസൾട്ട് വളരെ കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം കൂടി ആവർത്തിച്ച് പറയുന്നു. ഇത് ആദ്യത്തെ പ്രാവശ്യം ശരിയായ രീതിയിൽ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ആദ്യം നടന്നു കിട്ടേണ്ട കാര്യം നന്നായിട്ട് മനസ്സിൽ സ്മരിക്കുക. 1, 2, 3 എത്രയാണോ നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ട കാര്യങ്ങൾ അതെല്ലാം നന്നായിട്ട് ഓർത്തെടുക്കുക. എന്നിട്ട് ഈ ഒരു ഫോട്ടോയിലേക്ക് നോക്കി വിഷ്ണു ഭഗവാനാണ് നിങ്ങളുടെ ഇഷ്ടദൈവമെങ്കിൽ ഓം നമോ നാരായണായ എന്ന് ജപിക്കുക. ഭഗവതിയാണ് നിങ്ങളുടെ ഇഷ്ടദൈവമെങ്കിൽ ഓം ശ്രീ മഹാലക്ഷ്മിയെ നമഃ എന്ന് ജപിക്കുക. ഇപ്പൊ നിങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. ഞാൻ കൂട്ടത്തിൽ ജപിച്ചു തരാം. ഓം നമോ നാരായണായ,
ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ശ്രീ മഹാലക്ഷ്മിയേ നമഃ. ഓം ശ്രീ മഹാലക്ഷ്മിയേ നമഃ. ഓം ശ്രീ മഹാലക്ഷ്മിയേ നമഃ. ഇത്രയും മതി. ഇപ്പൊ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യവും മന്ത്രവുമായിട്ട് ഒന്നായി സംയോജിച്ചിട്ടുണ്ട്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. എന്നിട്ട് അതുപോലെ തന്നെ ചെയ്യുക. ഇവിടെ ഇപ്പോൾ 2, 4, 6, 8, ഏറ്റവും നടുക്കായിട്ട് 0, ഇങ്ങനെ 5 അക്കങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിങ്ങളുടെ മനസ്സ് പറയുന്ന ആ ഒരു അക്കമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് ഇനി പറയാൻ പോകുന്ന സ്റ്റെപ്പുകൾ കൃത്യമായിട്ട് ചെയ്യുക. കണ്ണുകൾ അടച്ചുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടദൈവം ആരാണോ ആ ദേവതയോട് എന്നെ രക്ഷിക്കണമേ, എൻ്റെ ആഗ്രഹത്തിന് സാഫല്യമുണ്ടാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണു തുറന്ന് ആദ്യം കാണുന്ന നമ്പർ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് ഏറ്റവും ആദ്യം അട്രാക്റ്റ് ചെയ്യപ്പെടുന്ന നമ്പർ ഏതാണോ ആ നമ്പർ നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക. അപ്പോൾ ഈ പറഞ്ഞതുപോലെ കണ്ണടച്ച് പ്രാർത്ഥിച്ച് കണ്ണു തുറന്ന് ഒരു നമ്പർ തിരഞ്ഞെടുക്കുക. അപ്പോൾ എല്ലാവരും ഇതിൽ നിന്നും ഒരു നമ്പർ തിരഞ്ഞെടുത്തിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, നിങ്ങളുടെ ഇഷ്ടദൈവത്തെയാണ് ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ അതിനുശേഷം ഈ 5 നമ്പറുകളിൽ ഓരോന്നായിട്ട് തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇതുവരെയും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവേത് ഇതുപോലുള്ള അറിവുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ഏറ്റവും ആദ്യം തന്നെ നമ്പർ 2 തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളെക്കുറിച്ച് പറയാം. നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്ന ആ ഒരു ആദി അല്ലെങ്കിൽ ആ ഒരു അസ്വസ്ഥത ഇന്നേക്ക് 9 ദിവസത്തിനുള്ളിൽ മാറിക്കിട്ടുന്നതാണ്. അങ്ങനെ ആ ഒരു അസ്വസ്ഥത മാറിക്കിട്ടിയത് കൊണ്ട് മാത്രം കാര്യമായില്ലല്ലോ, ആ കാര്യം പരിപൂർണമായിട്ട് നടന്നു കിട്ടുകയും വേണം. അതിനൊരു ശാശ്വത പരിഹാരം 9 മുതൽ 41 ദിവസത്തിനുള്ളിൽ നിങ്ങളെ തേടി വരുന്നതാണ്. അത് മക്കളെ കുറിച്ചുള്ള ബുദ്ധിമുട്ട്, ഭർത്താവിനെ കുറിച്ചുള്ള ബുദ്ധിമുട്ട്, കുടുംബം, സാമ്പത്തികം, രോഗങ്ങൾ, ഈ പറഞ്ഞവയിൽ ഒന്നാണ്. അതിന് ശാശ്വത പരിഹാരം 9 മുതൽ 41 ദിവസത്തിനുള്ളിൽ വന്നു ചേരുന്നതാണ്. അടുത്തത് നമ്പർ 4 തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇങ്ങനെ ഞാൻ ഇത്രയും വലിയ തുക കണ്ടെത്തും, അല്ലെങ്കിൽ ഇനി എനിക്കൊരു വഴിയുമില്ലല്ലോ എന്ന് വിഷമിച്ചിട്ട് ദുഃഖിച്ചിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഭഗവാൻ അറിഞ്ഞ് ഒരു ഫലം നൽകുന്നതായിരിക്കും. ഒരു വഴി ഭഗവാൻ നിങ്ങൾക്ക് കാട്ടിത്തരും എന്നുള്ളത് തീർച്ചയാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവാവുകയും ചെയ്യും. ആ ഒരു കാര്യം ലക്ഷ്മി നാരായണ ചക്രത്തിന്റെ ദൃഷ്ടിഗോചരത്തിൽ വ്യക്തമായി തന്നെ കാണുന്നുണ്ട്. ലോണ്, ചിട്ടി അല്ലെങ്കിൽ അതുപോലുള്ള ധനമിടപാടുകൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുമെന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ കുട്ടികളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവയിൽ ഏതാണോ നിങ്ങൾക്ക് അനുകൂലമാകേണ്ടത് അത് അനുകൂലമായി വരും എന്നാണ് കാണാൻ കഴിയുന്നത്. ഇനി അടുത്തത് നമ്പർ 6 തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഫലം പറയുന്നത്. രോഗം മൂലം വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്ക് അതിൽ നിന്നും ഉടനെ മോചനം ലഭിക്കുവാൻ പോവുകയാണ്. ഒരുപക്ഷെ ശസ്ത്രക്രിയ ചെയ്യേണ്ടി വരുമെന്ന ഘട്ടത്തിൽ നിന്നവർക്ക് അത് മരുന്നുകൊണ്ട് ഭേദമാകുന്ന ആ ഒരു അവസ്ഥ ഉടനെ സംജാതമാകുന്നതാണ്. ഇതിൽ തന്നെ കടം കൊടുത്തിട്ട് അത് തിരികെ ലഭിക്കാതെ മനോവിഷമം കൊണ്ട് നടന്നിരുന്ന ആളുകൾക്കെല്ലാം അതിനെ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉടനെ വന്നു കിട്ടുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ നിന്നും കടം മേടിച്ചവർ തിരികെ ആ പണം നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുന്നതാണ്. ഇതിൽ സാമ്പത്തികമായിട്ട് വളരെ അത്യാവശ്യ ധനം വേണമെന്ന് ചിന്തിച്ച് ബുദ്ധിമുട്ടിയിരിക്കുന്ന ആളുകൾക്ക് ലക്ഷ്മി നാരായണ ചക്രത്തിന്റെ ചൈതന്യ വരപ്രസാദമായിട്ട് എവിടെ നിന്നോ ഒരു സുഹൃത്ത് സഹായം എന്ന പോലെ നിങ്ങളെ ധനം തേടി വരുന്നതാണ്. അങ്ങനെ ഒരു സഹായഹസ്തം ഇവിടെ ലക്ഷ്മി നാരായണ ചക്രത്തിലെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങളുടെ വീടിന്റെ കിഴക്ക് ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ വടക്ക് ഭാഗത്ത് നിന്നോ ആകാനാണ് സാധ്യത. അങ്ങനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് നമ്പർ 8 തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഫലം പറയുന്നത്. ചില നഷ്ടങ്ങൾ വന്നതോർത്ത് നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അത് ഉടനെ ഭാഗ്യത്തിന്റെ രൂപത്തിൽ കലാശിക്കുന്നതാണ്. ഈ നഷ്ടം നിങ്ങൾക്ക് പല രീതിയിലാകാം. ധനനഷ്ടമാകാം, നല്ലൊരു സുഹൃത്തിനെ നഷ്ടപ്പെട്ടതാകാം, ഒരു പ്രണയ പങ്കാളിയെ നഷ്ടപ്പെട്ടതാകാം, അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് പിരിഞ്ഞിരുന്ന ഭാര്യ ഭർത്താക്കന്മാരാകാം. ഇതിൽ ഏത് തന്നെ ആയാലും ഉടനെ തന്നെ ഭാഗ്യം നിങ്ങൾക്ക് ആ നഷ്ടം നികത്തി തരുന്നതാണ്. 7 മുതൽ 41 ദിവസത്തിനകം ഇത് പൂർത്തിയാകുമെന്നാണ് ലക്ഷ്മി നാരായണ ചക്രത്തിന്റെ ദൃഷ്ടിയിൽ പറയാൻ സാധിക്കുന്നത്. ഇതിൽപ്പെട്ട ആളുകളോട് ഒന്നുകൂടെ പറയാനുണ്ട്. ജോലിസ്ഥലത്തോ കുടുംബത്തിലോ സമൂഹത്തിലോ
മാസങ്ങളായിട്ട് സ്വരച്ചേർച്ചക്കുറവ് മൂലം അകന്നു നിന്ന ആളുകൾ ഉടനെ വഴക്കുപേക്ഷിച്ച് സൗഹൃദം പങ്കിടുന്നതാണ്. ആ രീതിയിലും ഒരു ഭാഗ്യം നിങ്ങളെ തേടി എത്തുന്നുണ്ട്. അതായത് ഈ ഒരു 8-ാം നമ്പർ ഭാഗ്യ നമ്പറായിട്ട് തിരഞ്ഞെടുത്തവരെ തേടി എത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്തത് 0 തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങൾക്ക് സാക്ഷാൽ ലക്ഷ്മി നാരായണ സമ്പന്ന സൗഭാഗ്യ യോഗം കൈവരാൻ പോവുകയാണ്. അതായത് ഏറ്റവും താഴെ ഇരുന്ന നിങ്ങളുടെ ജീവിത നിലവാരം അത്രയും താഴേക്ക് പോയി അത് ഉടനെ ആ 0-ൽ നിന്നും മേൽപോട്ട് ഉയർന്നു വരാൻ പോവുകയാണ്. 21 ദിവസം കഴിഞ്ഞ് 71 ദിവസത്തിനുള്ളിൽ ഇത് സംഭവിച്ചിരിക്കും എന്നതാണ് ഇവിടെ കാണുന്നത്. പല സ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുന്നതാണ്. ഒരു ജോലിക്കായിട്ട് അന്വേഷിച്ചലഞ്ഞവർക്ക് ജോലി ലഭിക്കും. വിവാഹം നടക്കാൻ കാലതാമസമുണ്ടായവർക്ക് വിവാഹം നടക്കും. അങ്ങനെ സർവ്വകാര്യങ്ങളിലും നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കുന്നതാണ്. അതായത് ഈ 0 തിരഞ്ഞെടുത്ത നിങ്ങൾ 0-ൽ നിന്നും രാജതുല്യമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്കാണ് കാലെടുത്തു വയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ളത്, ഈ 5 അക്ക നമ്പറിൽ നിങ്ങൾ ഏത് നമ്പർ തിരഞ്ഞെടുത്തവരാണെങ്കിലും ശരി, നിങ്ങൾ ഈ പറഞ്ഞ 2 മന്ത്രങ്ങൾ, അതായത് ഓം നമോ നാരായണായ അല്ലെങ്കിൽ ഓം ശ്രീ മഹാലക്ഷ്മിയെ നമഃ, ഈ 2 മന്ത്രങ്ങളിൽ ഏതാണോ നിങ്ങൾ ഇപ്പോൾ ജപിച്ചത്, ആ ഒരു മന്ത്രം എല്ലാ ദിവസവും വൈകുന്നേരം സന്ധ്യാസമയത്ത് നിലവിളക്ക് തെളിയിച്ചു കഴിഞ്ഞ സമയത്ത് ആ ഒരു നിലവിളക്കിന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട്, ഇനി അതല്ല എന്നുണ്ടെങ്കിൽ പുലർച്ചയ്ക്ക് നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത്, നിങ്ങൾക്ക് ഏത് സമയമാണോ ആ ഒരു അനുയോജ്യമായിട്ടുള്ള സമയം, ആ സമയത്ത് കുറഞ്ഞത് 9 ദിവസം, കഴിയുമെങ്കിൽ ഒരു മണ്ഡലകാലം, അതായത് 41 ദിവസം 3 തവണ വീതം ജപിക്കാവുന്നതാണ്. എത്ര ദിവസം ജപിക്കുന്നുവോ അത്രയധികം അത് നിങ്ങളുടെ ഭാഗ്യത്തിന് മാറ്റുകൂട്ടാൻ കൂടുതൽ ഉപകാരപ്പെടും എന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.